സന്ദീപിനെ പിടിച്ചു വെച്ച് അനഘയെ മാറ്റി നിർത്തി അവര് തമ്മിൽ ഒളിച്ചോടിയെന്നൊരു കള്ളക്കഥ മനഃപൂർവ്വമായിട്ട് പറഞ്ഞ് അച്ഛനെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുക അവന്തിയെടുത്തി. അത് അച്ഛൻ വിശ്വസിച്ച സന്ദീപ് അനഘയും തിരികെ വരുമ്പോ അച്ഛൻ തന്നെ അവരുടെ വിവാഹം നടത്തി കൊടുക്കുകയും ചെയ്യും. ഏയ്, ഏട്ടത്തെ അങ്ങനെയൊക്കെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മാത്രമല്ല, അന്ന് അനഘയെ ഏട്ടത്തെ മാറ്റി നിർത്തിയൊന്നും അല്ലല്ലോ. സന്ദീപിന്റെ ഇഷ്ടം പിടിച്ചു പറ്റാൻ വേണ്ടി അവളായിട്ട് തന്നെ മാറിയതാണെന്നല്ലേ അവള് പറഞ്ഞത്. സന്ദീപിനെ തട്ടിക്കൊണ്ടുപോകാനും ഉപദ്രവിക്കാനും ഒന്നും ഏട്ടത്തിക്ക് പറ്റില്ല അർച്ചന. മാത്രമല്ല, ഇതൊക്കെ തന്റെ സംശയങ്ങളല്ലേ. ഉറപ്പില്ലാത്തൊരു കാര്യം എങ്ങനെ വിശ്വസിക്കും? പിന്നെ സച്ചേട്ടൻ എന്താ തോന്നുന്നേ? സന്ദീപ് അനഘയും കൊണ്ട് ഒളിച്ചോടിയതാണോ? അങ്ങനെയല്ല, സന്ദീപ് ഫ്രണ്ട്സിനൊപ്പം എവിടെയെങ്കിലും ട്രിപ്പ് പോയതാവും. അങ്ങനൊരു സ്വഭാവം ഉണ്ടല്ലോ അവന്. അനഘ അന്നത്തെ പോലെ എവിടെയെങ്കിലും മാറി നിൽക്കുന്നതാവും. കുറച്ചു ദിവസം കഴിയുമ്പോൾ തിരിച്ചു വരും. അങ്ങനെ എന്റെ മനസ്സ് പറയുന്നത്. സച്ചേട്ടൻ പറയുന്ന പോലെയും വിശ്വസിക്കുന്ന പോലെയും എനിക്ക് പറ്റില്ല സച്ചേട്ടാ. എനിക്ക് ഉറപ്പാ സന്ദീപിനെ അനഘയും കാണാതായതിന് പിന്നിൽ മറ്റെന്തോ വലിയ ഉദ്ദേശവും ലക്ഷ്യമുണ്ട്. അത് ഞാൻ കണ്ടുപിടിക്കും. ഉറപ്പാതാ. പണ്ടു പാടവരമ്പത്തിലൂടെ ഒരു ഓലക്കുടയുമുഖത്ത് ചെറുഞാറ് നടന്നൊരു കാല തന്നു ഊഴി നടന്നൊരു പെണ്ണെ കരിവളയിട്ട് കണ്ണി പിന്നെ നല്ല പാവാടയിട്ട് ആ തോൽത്തോലത്തുള്ളൊരു കൈതോല കൂട്ടത്തിനോറത്തു നിൽക്കാൻ ഒരാൾ നടത്തി ചോട്ടിയിരിക്കാൻ ആ ദേവിക്ക് ചാട്ടുവാൻ പൂവുകൾ കൊണ്ടുപോയോ പെണ്ണെ പൂവുകൾ കൊണ്ടുപോയോ പണ്ടു പാടവരമ്പത്തിലൂടെ ഒരു ഓലക്കുടയും എടുത്ത് ചെറുഞാറു നടന്നൊരു കാല തന്നു ഓടി നടന്നൊരു പെണ്ണെ മോളെ, നിന്റെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ടൊരു ദിവസം ഇന്ന്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതും പവിത്രമാ നിന്റെ കഴുത്തിൽ കിടക്കുന്ന ഈ താലി. എല്ലാവരുടെയും അനുവാദവും അനുഗ്രഹവും കിട്ടി ഒരുമിച്ച് താമസിച്ചു തുടങ്ങുന്നവരെ നീ ഇത് ഊരുമാറ്റി വെക്കണം. എല്ലാവരെയും സാക്ഷി നിർത്തി ഒരിക്കൽ കൂടി ഈ താലി സന്ദീപിനെ കൊണ്ട് നിന്റെ കഴുത്തിൽ കെട്ടിക്കണം എനിക്ക്. നീ എന്താ ഈ മുറി തന്നെ ചടഞ്ഞുകൂടി ഇരിക്കുകയാണോ? ഒന്ന് കുളിച്ച് ഫ്രഷായി ഈ വേഷമൊക്കെ ഒന്ന് മാറ്റ്, എന്നിട്ട് വന്ന് വല്ലതും കഴിക്കും.
നീ ഇവിടെ അവനെ ഓർത്ത് പട്ടിണി ഇരിക്കുമ്പോ അവരെവിടെയെങ്കിലും ആർത്തുല്ലസിച്ച് നടക്കുകയായിരിക്കും. നിന്റെ അവസ്ഥയൊക്കെ എനിക്ക് മനസ്സിലാവും. പക്ഷേ യാഥാർത്ഥ്യം നമ്മൾ അംഗീകരിച്ചല്ലേ പറ്റൂ. ഇത്രയൊക്കെ ഉള്ളൂ വലിയ വീട്ടിലെ പിള്ളേരുടെ സ്നേഹവും ഉറപ്പും ഒക്കെ. സത്യമാണോ അല്ലേന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ സന്ദീപ്, അതൊക്കെ നിന്റെ തോന്നല. അവൻ നിന്നെ ചതിക്കില്ലെന്ന് നീ തന്നെ നിന്റെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചുകൊണ്ടുണ്ടാവുന്ന തോന്നല്. മനുഷ്യന് മാറാനും മറക്കാനും അധിക സമയമൊന്നും വേണ്ട. ഇനി നീ കരുതുന്ന പോലെ അവൻ വേറെ എവിടെയെങ്കിലും ആണ് പോയതെങ്കിൽ നിന്നെ ഒന്ന് വിളിച്ചു പറയാലോ. അല്ലെങ്കിൽ ആരോടെങ്കിലും പറയില്ലേ? ഇപ്പൊ തന്നെ അവരുടെ കുടുംബക്കാരും നാട്ടുകാരും ഒക്കെ അറിഞ്ഞിട്ടുണ്ടാവും. ശ്ശോ, ഇനി നീയുമായിട്ടൊരു സ്വസ്ഥ ജീവിതം ജീവിക്കാൻ പറ്റൂ അവന്? എല്ലാം അറിയാവുന്ന അവന്റെ വീട്ടിലോ ഈ വീട്ടിലോ അതിന് സമ്മതിക്കോ? എത്ര വലിയ പ്രേമോന്നൊക്കെ പറഞ്ഞാലും ഒരു തെറ്റിദ്ധാരണയിലോ തെറ്റായി എടുത്ത തീരുമാനത്തിലോ തീരാവുന്നതേ ഉള്ളൂ. സന്ദീപും അനഘയും ഇപ്പൊ ഇങ്ങനെ ചെയ്തെങ്കിൽ എത്രയോ ദിവസങ്ങൾക്ക് മുമ്പ് അവരിത് തീരുമാനിച്ചു കാണും. അതിനും എത്രയോ നാളുകൾക്ക് മുൻപ് അവർ സ്നേഹിച്ചു തുടങ്ങിക്കാണും. അപ്പോഴൊക്കെ നീ ഈ മുറിയിൽ അവനെ ഓർത്ത് സ്വപ്നം കണ്ട് ജീവിക്കുകയായിരുന്നു. മോളെ, അവൻ നിന്നെ പറ്റിക്കുകയായിരുന്നു. അതുകൊണ്ട് എന്ത് വന്നാലും നീ അവനെ കെട്ടുള്ളൂ എന്ന ശക്തമായ തീരുമാനം എടുത്തതുപോലെ നിന്നെ ചതിച്ച് അവനെ വേണ്ടെന്നുള്ള തീരുമാനവും നീ എടുക്കേണ്ട സമയം ഇത്. നിനക്കറിയാലോ, എന്റെ മനസ്സിൽ തോന്നുന്ന എന്തും ഞാൻ എവിടെയും പറയും. മുന്നിൽ നിൽക്കുന്നവരുടെ മനസ്സ് വേദനിക്കുന്നു എന്നറിഞ്ഞാലും ഞാൻ പറഞ്ഞു അടങ്ങും. ഈ വീട്ടിൽ ഇതുവരെ ആരും നിന്നോട് ഇതേപ്പറ്റി ചോദിക്കാനോ സംസാരിക്കാനോ വന്നിട്ടില്ല. ഇനി വരികയില്ല. കാരണം നിന്നെപ്പോലെ തന്നെ വിഷമിക്കുന്നുണ്ട് അവരും. മറ്റൊരു വിവാഹത്തിന് നിന്നെ നിർബന്ധിക്കുമ്പോഴും അവരും ഉള്ളുകൊണ്ട് ആഗ്രഹിച്ചിരുന്നു സന്ദീപ് അവന്റെ അച്ഛന്റെ അനുവാദം വാങ്ങി വരണോന്ന്. നീ ഈ മുറിയിൽ അടച്ചിരിക്കുന്ന പോലെ ഈ വീടിന്റെ ഓരോ മുറിയിലും ഇങ്ങനെ വിഷമിച്ചിരിപ്പുണ്ട് എല്ലാവരും. അതിൽ ഏറ്റവും വിഷമം അനൂപേട്ടന്. എന്നെ സ്നേഹിക്കുന്നതിന്റെ 10 ഇരട്ടി സഹോദരിമാരെ സ്നേഹിക്കുന്നുണ്ട് ആ മനുഷ്യൻ. ഞാൻ എപ്പോഴും വഴക്ക് കൂടുന്നതും ആ ഒറ്റ കാരണം കൊണ്ട്. അനൂപേട്ടന്റെ മനസ്സ് നേറുന്നത് എനിക്കറിയാം. അത് മറ്റാരും അറിയാതിരിക്കാനാ ദേഷ്യം കാണിക്കുന്നത്. നീ ആലോചിച്ച് നോക്ക്, നീ കാരണം മറ്റുള്ളവരുടെ സമാധാനം കൂടി കളയണോന്ന്. ഞാൻ പറഞ്ഞതും നീ കേട്ടതുമെല്ലാം മുഖവിലേക്ക് എടുത്തില്ലെങ്കിൽ പോലും നിന്റെ അച്ഛനെയും അമ്മയെയും ഏട്ടനെയും നീ മനസ്സിലാക്കാതെ മറന്നു കളയരുത്. നീ തന്നെ ആലോചിച്ചൊരു തീരുമാനത്തിലെത്ത്. ഏട്ടാ, എനിക്ക് നല്ല പേടിയുണ്ട്.
പേടിയോ? എന്തിന്? വിവാഹം കഴിഞ്ഞ കാര്യം അവന്തികേട്ടത്തെ അനക്കൊക്കെ അറിയുമ്പോ എന്താ സംഭവിക്കാന്ന് ഓർത്ത്. എന്ത് സംഭവിക്കാൻ? ഇനി ആരറിഞ്ഞാലും നിനക്കെന്താടാ? കൂടെ ഇല്ലെങ്കിലും ആദ്യം നിന്റെ സ്വന്തമായി കഴിഞ്ഞില്ലേ? ആ സന്തോഷം ഒരു ഭാഗത്തുള്ളപ്പോഴും മറുഭാഗത്ത് എന്നെ മറ്റൊരു പ്രശ്നം അലട്ടുന്നുണ്ട്. അനക്ക ഓരോ ദിവസം കഴിയുന്തോറും എന്നെ കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടു വരിക. എത്ര പറഞ്ഞിട്ടും അവൾക്കത് മനസ്സിലാവുന്നില്ല. ആതിരെ കൊല്ലുന്നൊക്കെ അവള് പറയുന്നത്. അതൊക്കെ അവളുടെ അപ്പോഴത്തെ ദേഷ്യത്തിന് പറയുന്നതല്ലേ? ആയിരിക്കും. എങ്കിലും അനക്ക പെട്ടെന്ന് ഇതൊക്കെ അറിയുമ്പോൾ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. ആദരയ്ക്ക് മുന്നേ നിന്നെ കണ്ടതും സ്നേഹിച്ചതും അനക്കയല്ലേ? അവൾക്ക് അത്രമാത്രം നിന്നെ ഇഷ്ടമായിരിക്കും. തിരികെ അത് വേണമെന്ന് വാശിയും ഉണ്ടാവും. അവള് പക്വതയുള്ള കുട്ടിയല്ലേ? പിന്നീടെല്ലാം അറിയുമ്പോൾ അവളത് സ്വയം മനസ്സിലാക്കിക്കോളും. എങ്കിലും അനകെ, എന്താ സച്ചേട്ടാ? അത് ഞങ്ങളിപ്പോ നിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് നിൽക്കായിരുന്നു. ആഹാ, എന്റെ കാര്യോ? എന്റെ കാര്യം? നല്ല കാര്യമാണോ പറഞ്ഞത്? ആ, അങ്ങനെ ചോദിച്ചാ അല്ല. സന്ദീപ് നിന്നെ കുറിച്ച് പറയായിരുന്നു. അങ്ങനെയാണെങ്കിൽ നല്ലതാവണമല്ലോ പറയേണ്ടത്. ഭാവിയിലെ സന്ദീപിന്റെ ഭാര്യ ആവേണ്ടവളല്ലേ ഞാൻ? അനക, സത്യം എന്താണെന്ന് നമുക്കൊക്കെ അറിയാം. ആ അറിവും വെച്ച് പിന്നെ എന്തിനാ വാശി കാണിക്കുന്നേ? സ്നേഹം എങ്ങനെയാ സച്ചേട്ടാ വാശിയാവുന്നേ? സന്ദീപിനോട് പറയാനുള്ളതെല്ലാം പല രീതിയിലും പല സന്ദർഭത്തിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. സന്ദീപിന് എന്നോടൊരു കാര്യം പറയണമെങ്കിൽ അത് നേരിട്ടാവാം. സച്ചേട്ടന് അതിനിടയ്ക്ക് പിടിച്ചിടേണ്ട ഒരു കാര്യമില്ല. സന്ദീപ് എന്നെ കൊണ്ട് പറയിക്കുന്നൊന്നും അല്ല. ഇവൻ വിഷമിക്കുന്ന കണ്ടപ്പോ ഞാൻ പറഞ്ഞേ ഉള്ളൂ. സന്ദീപ് വിഷമിക്കുന്നത് കാണാനും സന്ദീപിനെ സമാധാനിപ്പിക്കാനും ഒക്കെ ആളുണ്ട്. ആതിരയ്ക്ക് വേണ്ടി വക്കാലത്ത് പറയാനും എല്ലാവരും ഉണ്ട്. പക്ഷെ അനഘയ്ക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ല. ആരും വേണമെന്ന് എനിക്ക് നിർബന്ധമില്ല. പക്ഷെ എന്നെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കരുത്. ആതിര എത്രത്തോളം സ്നേഹിക്കുന്നു അതിന്റെ ഇരട്ടി ഞാൻ സന്ദീപിനെ സ്നേഹിക്കുന്നുണ്ട്, സ്വപ്നം കാണുന്നുണ്ട്, ആഗ്രഹിക്കുന്നുണ്ട്. അത് വാശിയിൽ കൂടിയേ നേടുള്ളെങ്കിൽ അങ്ങനെ. അനകെ, ഞാൻ പറയുന്നത്. സച്ചേട്ടാ പ്ലീസ്, എല്ലാ ബഹുമാനത്തോടും കൂടി ഞാൻ പിന്നെയും പറയാ, ഇതിൽ നിന്ന് എന്നെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കരുത്. ഇത് എന്റെ സന്ദീപിന്റെയും കാര്യം. ഇന്നല്ലെങ്കിൽ നാളെ സന്ദീപ് എന്നെ സ്നേഹിക്കും. അന്ന് നിങ്ങൾ എല്ലാവരും എതിർപ്പൊന്നും പറയാതെ ഇതൊന്ന് നടത്തി തന്നാ മതി. അഥവാ അങ്ങനെ ആരെങ്കിലും എതിർപ്പ് പറഞ്ഞ ഞാൻ സന്ദീപിനെ കൊണ്ട് ഈ നാട്ടിൽ നിന്ന് പോവും. ആരുടെയും കണ്ണും കൈയും എത്താത്ത എവിടെയെങ്കിലും പോയി ഞങ്ങൾ ജീവിക്കും. ഇപ്പൊ ഇഷ്ടമല്ലാത്തതുകൊണ്ട് സന്ദീപ് ഇതൊന്നും അംഗീകരിച്ച് തരില്ലായിരിക്കും. സച്ചേട്ടൻ നോക്കിക്കോ, സംഭവിക്കാൻ പോകുന്നത് ഇത് തന്നെയായിരിക്കും. അഥവാ അങ്ങനെ ആരെങ്കിലും എതിർപ്പ് പറഞ്ഞ ഞാൻ സന്ദീപിനെ കൊണ്ട് ഈ നാട്ടിൽ നിന്ന് പോവും. അച്ഛാ, നേരം കുറയായി, ഒന്നും കഴിക്കുന്നില്ലേ? ആ, കുറച്ചുകൂടെ കഴിയട്ടെ. അമ്മയോ? എനിക്ക് ഇപ്പൊ വേണ്ട. ഇവിടെ എന്താ ആരെങ്കിലും ചത്തോ? ഓരോരുത്തരിങ്ങനെ ഓരോ സ്ഥലത്ത് വിഷമം തൂങ്ങി നിൽക്കുന്നുണ്ട്, ചോദിച്ചതാ. നെല്ലിശ്ശേരിക്കാർക്ക് പോലും കാണില്ല ഇത്രയും വിഷമം. മീരെ, ഞങ്ങൾക്കിപ്പോ കഴിക്കാനൊന്നും വേണ്ടെന്നല്ലേ പറഞ്ഞുള്ളൂ. ഞങ്ങളുടെ വിഷമത്തിന്റെ കാര്യമൊന്നും നീ അറിയണ്ട. ഇത് ഇന്നലെ പറഞ്ഞിരുന്നെങ്കിൽ ബാക്കിയുള്ളവർ അടുക്കളയിൽ കിടന്ന് ഇത്രയും കഷ്ടപ്പെടില്ലായിരുന്നു. നിനക്കിപ്പോ ഞങ്ങൾ കഴിക്കാത്തതിന്റെ വിഷമാണോ, അതോ നീ അടുക്കളയിൽ ഒറ്റയ്ക്ക് നിന്ന് വേവിച്ചതിന്റെ ദേഷ്യമാണോ? എനിക്ക് ദേഷ്യവും വിഷമവും ഒന്നുമില്ല. അല്ലെങ്കിൽ തന്നെ ഞാൻ ആരോട് ദേഷ്യം കാണിക്കാന്? എനിക്കൊരു കാര്യം പറയാനുള്ളൂ. ദേ, ഒരു പരുവത്തിൽ ആതിരയെ ഞാൻ സമാധാനപ്പെടുത്തി വെച്ചിരിക്കുന്നത്. നിങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് അതിനെ വീണ്ടും വീണ്ടും വിഷമിപ്പിക്കരുത്.
ഈ വീട്ടിൽ എല്ലാവർക്കും എന്താ ഇത്ര വിഷമമെന്ന് ആരെങ്കിലും ഒന്ന് പറഞ്ഞു തന്ന വലിയ ഉപകാരമായിരുന്നു. മീരെ, ഈ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നിനക്കൂടെ അറിയാവുന്നതല്ലേ? നീ ഇങ്ങനൊക്കെ പറഞ്ഞാലോ? എല്ലാം അറിയാവുന്നുണ്ടാ ഞാൻ ചോദിക്കുന്നത്. എങ്ങനെയെങ്കിലും ആർക്കും ഒരു ഉപദ്രവവും ഇല്ലാതെ ജീവിക്കാന്ന് കരുതിയാലും എന്നെ കൊണ്ട് നിങ്ങളൊക്കെ ഓരോന്ന് പറയിപ്പിക്കും. നമ്മളെ നമ്മുടെ കുട്ടിയെ ഒരുപോലെ ചതിച്ചവനാ സന്ദീപ്. ഇപ്പൊ അച്ഛന്റെ അനുവാദം വാങ്ങി വരാന്ന് പറഞ്ഞ് നമ്മളെയൊക്കെ പറ്റിച്ചിട്ട് പോയവനല്ലേ അവൻ. എന്നിട്ട് ഈ നിമിഷം വരെ ആതിരയുടെ കാര്യത്തിൽ ഒരു ചെറുവിരൽ അനക്കിയോ? അവൻ മറ്റൊരുത്തിയുടെ കൂടെ ഒളിച്ചോടിയെന്ന് പറയുന്നതിനെയാ നിങ്ങൾക്കൊക്കെ വിഷമം. അർച്ചനെ നമ്മൾ ആ വീട്ടിൽ കെട്ടിച്ചു വിട്ടു. അച്ഛൻ പറഞ്ഞ പോലെ ആ വീട്ടിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായി. അതിൽ നമുക്കുണ്ടാവേണ്ട ഖേദപ്രകടനം മാത്രം മതി, അതിൽ കവിഞ്ഞൊന്നും വേണ്ട. അതെ, മീന പറഞ്ഞ എന്റെ ശരി. നമ്മൾ അധ്യായം അടച്ചു കഴിഞ്ഞതാണ്. ഇനി ഒരു കാരണവശാലും അത് തുറക്കണ്ട. നിങ്ങൾ രണ്ടുപേരും പറയുന്നത് എനിക്ക് മനസ്സിലായി. അതൊന്നും നമ്മളെ ബാധിക്കുന്ന പ്രശ്നമല്ല. പക്ഷേ ആതിരെ ഇങ്ങനെ വിഷമിക്കുന്നത് നമുക്ക് എത്രയെന്ന് പറഞ്ഞ് കണ്ടു നിൽക്കാനാവും? സംഭവങ്ങൾ നടക്കുന്ന അവിടെയാണെങ്കിലും അതിന്റെ നല്ലൊരു ശതമാനം അനുഭവിക്കുന്നത് അവളും കൂടെയല്ലേ? എന്തിന്? അവളിപ്പോ അതൊന്നും അല്ല ആലോചിക്കേണ്ടത്, അജയനെ കുറിച്ചാ. പിന്നെ പണ്ടെന്നോ സ്നേഹിച്ചിരുന്നു എന്നതുകൊണ്ട് ആ വിഷമം കാണുമായിരിക്കും. അതിനപ്പുറത്തേക്ക് ഒന്നും വേണ്ടാന്ന് അവളോട് പറഞ്ഞേക്ക്. ഞാൻ അവളോട് അതൊക്കെ സംസാരിച്ചു കഴിഞ്ഞു. ആതിരയ്ക്ക് അതൊക്കെ മനസ്സിലാവുകയും ചെയ്തു. ഇനി ബാക്കിയുള്ളവരും കൂടി മനസ്സിലാക്കിയാൽ മതി. എല്ലാരും കൂടി തകർന്നിരുന്നും വിഷമിച്ചും ആതിരെ പഴയ പോലെ ആക്കണോ? ഓർമ്മയുണ്ടല്ലോ എല്ലാവർക്കും പഴയ കാര്യങ്ങള്. ഇനി അങ്ങനെ ഒരു അവസ്ഥയുണ്ടായ അജയനും വീട്ടുകാരും അറിയും. പിന്നെ അതും മുടങ്ങും. അത് രണ്ടാമത്തെ കാര്യം. ആദ്യത്തെ കാര്യം ചിലപ്പോ പഴയതുപോലെ രക്ഷപ്പെടുത്താൻ പറ്റിയെന്ന് വരില്ല എന്നുള്ളതാ. ഈ പ്രായത്തിനിടയ്ക്ക് കുറെ അനുഭവിച്ചു കഴിഞ്ഞു അവള്. ഇനിയും എല്ലാവരും കൂടി അതിന്റെ ജീവിതം ഇല്ലാതാക്കരുത്, എന്റെ ഒരു അപേക്ഷയാ. മോളെ, അനഘയും സന്ദീപിനെയും കുറിച്ച് ഇതുവരെ യാതൊരു വിവരവും കിട്ടാത്ത സ്ഥിതിക്ക് എന്തു വിശ്വസിച്ചാണ് നമ്മൾ ഇനിയും കാത്തിരിക്കുന്നത്? പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്തൂടെ? എനിക്ക് വിശ്വാസം ഉണ്ടല്ലോ അച്ഛാ. ഇതൊരു മിസ്സിംഗ് കേസാണെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഇഷ്ടപ്പെട്ട രണ്ടുപേര് അവരുടെ ജീവിതം തിരഞ്ഞെടുത്തു. ഇല്ലാത്ത സ്നേഹം നമ്മളായിട്ട് തന്നെ സന്ദീപിലും അനഘയിലും ഉണ്ടാക്കിയെടുത്തു. ഒരുമിച്ച് ജീവിക്കട്ടെ എന്ന് കരുതി അവരുടെ വിവാഹവും നമ്മൾ തന്നെ ഉറപ്പിച്ചു. അവസാനം മനസ്സറിഞ്ഞ് സ്നേഹിച്ച് ഒരുമിച്ച് ജീവിക്കണമെന്ന് അവർ തന്നെ തീരുമാനിച്ചപ്പോ നമ്മളായിട്ട് തന്നെ അത് മാറ്റിവെച്ചു. എത്രയെന്ന് കരുതിയാച്ചാ അവര് കാത്തിരിക്കുന്നേ. മോളെ, നീ പറയുന്നതൊക്കെ ശരിയാണെങ്കിലും അങ്ങനെയാണ് സംഭവിച്ചതെന്ന് എങ്ങനെ നമുക്ക് ഉറപ്പിക്കാൻ പറ്റും? അല്ലെങ്കിൽ തന്നെ അവരായിട്ട് ഇങ്ങനൊരു തീരുമാനം എടുത്തെങ്കിൽ എന്തിനാ ഒളിച്ചു താമസിക്കുന്നത്? ഇവിടേക്ക് കയറി വന്നാൽ നമ്മൾ സ്വീകരിക്കില്ലേ അവരെ? അതിനു പകരം മറഞ്ഞു നിൽക്കുന്നത് എന്തിനാ? പേടിച്ചിട്ട്. അവരിങ്ങനെ ഒരു തീരുമാനം എടുത്തെങ്കിൽ അത് അച്ഛനെ പേടിച്ചിട്ട് തന്നെയാ. അനഘയും സന്ദീപും പറഞ്ഞിട്ട് ഞാനൊരു തവണ പറഞ്ഞതല്ലേ നമുക്കിത് നടത്തിക്കൊടുക്കാന്ന്. അപ്പോ വൈകുണ്ഠസ്വാമിയുടെ വാക്കുകളും പ്രവൃത്തികളും മുൻനിർത്തിക്കൊണ്ട് അച്ഛൻ എതിർത്തു. ഞാൻ തിരികെ ചെന്ന അച്ഛന്റെ തീരുമാനം സന്ദീപിനെ അറിയിച്ചപ്പോ അവൻ എന്താ പറഞ്ഞെന്നറിയോ? അവരെ ആരും മനസ്സിലാക്കുന്നില്ലാന്ന്, അവരുടെ ഇഷ്ടം ആരും തിരിച്ചറിയുന്നില്ലാന്ന്.
ഒരു തവണ ഈശ്വരനായിട്ട് മുടക്കിയത് അവര് നടത്തുമെന്ന്. പിള്ളേരല്ലേ അച്ഛാ, അവർക്കും കാണില്ലേ പിടിവാശിയൊക്കെ. ഏത് രീതിയിൽ ന്യായീകരിക്കാൻ ശ്രമിച്ചാലും എല്ലാ തരത്തിലും കുറ്റക്കാരൻ നമ്മൾ തന്നെയല്ലേ? അതെ, ഞാനാണ് കുറ്റക്കാരൻ, ഞാൻ മാത്രം. ഈശ്വരവിധിയെ തോൽപ്പിക്കാൻ മനുഷ്യന്റെ തീരുമാനങ്ങൾക്ക് ശക്തിയുണ്ടെന്ന് ഞാൻ ഓർക്കാതെ പോയി. വൈകുണ്ഠസ്വാമിയുടെ വാക്കുകൾ ഈശ്വരന്റെ വാക്കുകളായി കേട്ടപ്പോൾ സന്ദീപിന്റെ അനഘയുടെ ഇഷ്ടം ഞാൻ മനസ്സിലാക്കാതെ പോയി. സന്ദീപിന്റെയും അനഘയുടെയും ഇഷ്ടത്തിന് താഴെയാണ് ബാക്കി ദോഷങ്ങളെല്ലാമെന്ന് ഞാൻ തിരിച്ചറിയാതെ പോയി. ഈശ്വരനായി കൂട്ടിച്ചേർത്തവരെ മനുഷ്യനായി പിരിക്കുന്നത് തെറ്റാ. അങ്ങനൊരു തെറ്റ് എന്റെ ജീവിതത്തിൽ ഇനി ഉണ്ടാവില്ല. അച്ഛൻ ഈ വിഷയത്തില് ഒരു തരത്തിലും വിഷമിക്കേണ്ട കാര്യമില്ല. എനിക്ക് ഉറപ്പുണ്ട് അവരുടനെ തന്നെ തിരിച്ചു വരും.